കായംകുളം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ നഗരസഭ LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. സൂചനയാണ് സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും. കായംകുളം നഗരസഭ UDF ഭരണ നേതൃത്വം LDF ഭരണകാലത്ത് നടപ്പാക്കിയ മാലിന്യ സംസ്കരണ പ്ലാന്റും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തിപ്പിക്കാത്ത നടപടിക്കെതിരെയും താലൂക്ക് ആശുപത്രിയിൽ LDF ഭരണകാലത്ത് നടപ്പാക്കിയ സായാഹ്ന OPയിൽ ഡോക്ടറെ നിയമിക്കാത്ത നടപടിക്കെതിരെയും തെരുവുനായ പ്രശ്നത്തിൽ കാര്യക്ഷമമായി ഇടപെടുവാനുള്ള കൗൺസിൽ തീരുമാനം നടപ്പാക്കുവാനും ജലാശയങ്ങളും തോടുകളും ഓടകളും മാലിന്യമുക്തമാക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നതിനും മലയൻ കനാൽ മാലിന്യമുക്തമാക്കുക, HMC അംഗങ്ങളെ തീരുമാനിച്ചതിൽ സ്വീകരിച്ച ചട്ടവിരുദ്ധ സമീപനം തിരുത്തുക, താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ S. കേശുനാഥ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ നാട്ടിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ നഗരസഭ ആവശ്യം വേണ്ട സാധനങ്ങൾ, അതായത് ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ തോടുകൾ ശുചിയാക്കുന്നതോ, ഇപ്പം അറിയാം മലയൻ തോട് പോലെയുള്ള ഒരു വലിയ തോട് നമ്മുടെ ഈ നഗരസഭ അതിർത്തിയായ വളഞ്ഞടയ്ക്കാവ് മുതൽ കൃഷ്ണപുരത്ത് വരെ കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന മലയന്തോട് ശുചീകരിക്കാൻ നഗരസഭയ്ക്ക് യാതൊരു പരിപാടിയുമില്ല. എന്നാൽ ഈ മലയന്തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മൈനർ ഇറിഗേഷനും അതുപോലെ തന്നെയുള്ള വകുപ്പുകൾക്കും അവർക്ക് പദ്ധതിയുണ്ട്. എന്നാൽ അതൊക്കെ ആയി വരുമ്പോൾ സമയമെടുക്കും. ഈ വർഷകാലത്ത് തന്നെ മലയന്തോടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ LDF ഭരണകാലത്ത് അതെല്ലാം തന്നെ സമയബന്ധിതമായി ചെയ്തതാണ്. ആ പ്രദേശത്തെ കൗൺസിലർമാർ 4-5 കൗൺസിലർമാരുണ്ട്. അവരെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ഈ നഗരസഭ ഭരണകൂടം തയ്യാറാകുന്നില്ല. മിനി സലീം അധ്യക്ഷത വഹിച്ചു. A. അബ്ദുൾ ജലീൽ, അബ്ദുൾ വാഹിബ്, ഷാമില അനിമോൻ, അനിത ഷാജി, സജിന ഷഹീർ, പ്രസന്ന സുരേഷ്, സീത സജീവ്, വാമാഷി, അനീസ നൌഷാദ്, ഗംഗാദേവി, കാർത്തികക്കുട്ടി, ഷഹുബാനത്ത് കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.